ദാവീദ് പറയുന്നുണ്ട്, ഞാൻ കരടിനെയും സിംഹത്തെയും. പക്ഷേ ഈ കരടിനെയും സിംഹത്തെയും കൊന്ന സമയത്തെ മനുഷ്യരുടെ മുമ്പിലല്ല, ആടുകളുടെ മുമ്പിലാണ് ആ സംഭവിക്കുന്നത്. അവിടെ ദാവീദും ഈ ആടുകളും മാത്രമേ ഉള്ളൂ. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, 2025 നീ അനുഭവിച്ച ഓരോ വിഷയത്തിനും അത്ഭുതങ്ങളുടെ കാണത്തക്ക നിലവാരത്തിൽ നിന്നെ 2026 എൻ്റെ ദൈവം നിന്നെ മാറ്റിയിരിക്കും. ഉറപ്പായിട്ടും വിശ്വസിക്കുക. നീ നിൻ്റെ സഭയ്ക്ക് വേണ്ടി കരഞ്ഞത്, നിൻ്റെ സഭ വിശ്വാസികൾക്ക് വേണ്ടി കരഞ്ഞത് ഒരു മനുഷ്യർ കണ്ടിട്ടില്ല. ഓരോ കുറ്റവും കുറവും സ്തോത്രം നിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോഴും നീ നിൻ്റെ ദൈവവേല വിട്ട് കളയാതെ നിന്നില്ലേ? സ്തോത്രം. നിൻ്റെ ദൈവവേല വിട്ട് കളയാതെ യേശുവിന് വേണ്ടി നിന്നില്ലേ? അപമാനം സഹിച്ചില്ലേ? എഴുതി വെച്ചോ നീ 2026 സ്തോത്രം നിൻ്റെ പേരിൽ നിൻ്റെ ദേശം അറിയപ്പെടും. ഒരുപാട് രാജ്യങ്ങളിൽ ദൈവം നിന്നെ സ്തോത്രം അയക്കും. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എഴുതി വെച്ചോ, ഇത് സംഭവിക്കാൻ പോകുന്നു. കാരണം കാട്ടിനകത്ത് കിടന്ന് സിംഹത്തോടും കരടിയോടും സ്തോത്രം മല്യുദ്ധം ചെയ്ത് ജയിച്ചപ്പോൾ ആരും കണ്ടിട്ടില്ല. പക്ഷേ കർത്താവ് അവനെ കണ്ടു. ഒരു ആടിനെ പോലും സ്തോത്രം ഒരു സിംഹത്തിൻ്റെയും ഒരു കരടിയുടെയും മുമ്പിൽ ഇട്ടുകൊടുക്കാതെ ഒരു ആടിനു വേണ്ടി നിന്ന ആ മനസ്സില്ലേ, അത് കണ്ടതുകൊണ്ടാണ് തിരുവചനം പറയുന്നു, സ്തോത്രം ഗോലിയാത്തിൻ്റെ മുമ്പിൽ പരസ്യമായിട്ട് ദാവീദിനെ നിർത്തി ദൈവം. ഗോലിയാത്തിൻ്റെ വെല്ലുവിളിയുടെ മുമ്പിൽ പരസ്യമായി ദാവീദിനെ നിർത്തി. പരസ്യമായി സ്തോത്രം ദാവീദിനെ അഭിഷേകം ചെയ്ത പരസ്യമായി, രഹസ്യമായിട്ടല്ല. സഹോദരന്മാരുടെ മുമ്പിൽ റിജക്റ്റിംഗ് ഉണ്ടായിരുന്നു, കുടുംബങ്ങളിൽ സ്തോത്രം ദാവീദിന് റിജക്റ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് അവൻ്റെ ഹൃദയത്തെ കണ്ട് എവിടെ റിജക്റ്റിംഗ് ആയോ അവിടെ ദൈവം അവനെ നിർത്തി അഭിഷേകം ചെയ്തെങ്കിൽ 2026 നീ കയറുമ്പോൾ എവിടേക്ക് നീ അപമാനപ്പെട്ടോ, എവിടേക്ക് നീ തലകുനിഞ്ഞോ, ആരെല്ലാം നിന്നെ പഴി പറഞ്ഞോ, ഏതെല്ലാം വ്യക്തികൾ നിന്നെ സ്തോത്രം വിളിക്കരുത്, ഇവനെ പ്രസംഗിക്കാൻ വിളിക്കരുത്, ഇവൻ്റെ മേൽ ദുരാത്മാവുണ്ട്, ഇവൻ അതാണ് ഇതാണെന്ന് പറഞ്ഞോ, നിന്നെ കാണുന്ന, നിന്റെ ഹൃദയത്തെ അറിയുന്ന, നിന്റെ പ്രാർത്ഥനയെ അറിയുന്ന, നിന്റെ സങ്കടങ്ങളെ അറിയുന്ന ഒരു നസ്രയനായ യേശു നിന്റെ കൂടെയുണ്ട്, നിന്നെ കാണുന്നുണ്ട്. നീ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. അതുകൊണ്ടാണ് തിരുവചനം പറഞ്ഞേ, പത്രോസേ എന്തിനാ നീ കാറ്റ് കണ്ട് ഭയന്നേ? യേശു പറയുന്നു, നിങ്ങൾ അക്കരയ്ക്ക് ചെല്ലുവിൻ എന്ന് നിർബന്ധിച്ചു സ്തോത്രം അയച്ചു. ഹല്ലേലൂയ. നമ്മൾ മത്തായി സുവിശേഷം 14 അധ്യായം താഴോട്ടൊന്ന് വായിച്ചു നോക്കണം. ആമേൻ. അതിനകത്ത് സ്തോത്രം വ്യക്തമായി പറയുന്ന ചില സംഭവങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ കടലിൽ മേൽ നടന്നു വന്നപ്പോൾ പത്രോസ് ചോദിച്ചു, യേശു അങ്ങാണോ? ആണ്, വാ. ഞാൻ ചോദിക്കട്ടെ, ആ 11 ശിഷ്യന്മാർ അതിനകത്തുണ്ട്. ഒരു വ്യക്തി പോലും ഇറങ്ങിത്തിരിക്കുന്നില്ല. പക്ഷെ പത്രോസ് ഇറങ്ങിത്തിരിച്ചു. നമുക്കതറിയാം, കടലിൽ നടന്നു, അതും അറിയാം. പക്ഷെ കാറ്റ് വന്നപ്പോൾ മൈൻഡ് മാറിപ്പോയി, ഇല്ലേ? യേശു അവനെ കൈവിട്ട? ഒരിക്കലുമില്ല. യേശുവിനെ വിശ്വസിച്ചാണോ നീ ഇറങ്ങിയേ? നിൻ്റെ അടുത്ത് ഉറപ്പ് പറയുന്ന 2026 നീ കർത്താവിനോടൊപ്പം കൂടെ നടന്ന, പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇരുന്ന, പരിശുദ്ധാത്മാവ് പറയുന്നത് നീ പ്രസംഗിക്കാൻ പോകുക. ഇതെന്തോ പ്രസംഗം, ഇതെന്തോ ഇത്? അതാണ് നമ്മുടെ കാനായിലെ കല്യാണ നാളിൽ ആ വിരുന്നിൽ പുതിയ വീഞ്ഞ് എങ്ങനെ കുടിച്ചുവോ അതുപോലെ നിന്നെ എൻ്റെ ദൈവമാക്കി തീർക്കാൻ പോവുക. നീ വിശ്വസിക്കുക. അതാ പറഞ്ഞത്, രഹസ്യത്തിൽ കരയുന്നവനെ എൻ്റെ ദൈവം പരസ്യത്തിൽ കൊണ്ടുവന്ന അത്ഭുതം നടത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ആലോചിച്ച് നോക്ക്, പത്രോസ് എങ്ങനെ നടന്ന്, മത്തായി എങ്ങനെ നടന്ന്, യാക്കോബ് എങ്ങനെ നടന്ന്, ഇവരെല്ലാം പഠിച്ചു നോക്കണം. ഇവരെല്ലാം ആരാണെന്ന് പഠിച്ചു നോക്കണം. അതുകൊണ്ട് ഇതിൽ കൂടി കേൾക്കുന്ന നിന്നോട് പറയുന്ന, നീ കരടിയെയും സിംഹത്തെയും കൊന്ന ദാവീദിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. കാട്ടിനകത്ത് കിടന്നവനെ സ്തോത്രം രാജാവാക്കിയ ഒരു ചരിത്രമുണ്ട്, നീ മറക്കരുത്. നിന്റെ പ്രാർത്ഥനയിൽ നീ ബലപ്പെട്ടുക. ഈ വാക്കുകളാൽ, വചനത്താൽ ദൈവം നിന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.